നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടുകൂടി നിലകൊള്ളുന്നവരാണ്. പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തലങ്ങൾ തുടികൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ. ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കയറുന്നവരാണ്. ഇതിരിക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ, ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവനും അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഏഴാം ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. ആലമുൽ ജബറൂത്ത് മാറുകയാണ്, ആലമുൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ്, ആലമുൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിലെ കളകൂതലങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ അക്ഷരം നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ. ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി, നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين هم على صلاتهم يحافظون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇതാ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നായി പറയുകയാണ്. തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാർ അവർ വിജയിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റഊൻ. ഹക്കടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ, ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി, കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ചു കഴിയണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽക്കോട്ടയിൽ പോയി ഇരിക്കാൻ, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്? ചൂണ്ടയിടണം, നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാടുത്ത് ഏൽപ്പിച്ചേക്കാം, ചെലവ് കൊടുക്കണം, പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അങ്ങനെ കുറെ പേരുണ്ട്. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ, നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ, പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ
حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻതഹുകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വക്കത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയാൻ പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ? ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിലുള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈദാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറു തൻസീൽ വ അസ്റാറു തഅവീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈദാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ ദുആ, ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ദുആ, പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അവിടെ ആമീൻ പറയുമ്പോൾ നമ്മൾ എവിടെയാ നീട്ടേണ്ടത്? ആമീൻ. ആ മീമിന്റെ എവിടെ നീട്ടേണ്ടത്? ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ ഞാൻ മഗ്‌രിബിന് ഇമാം വന്നപ്പോൾ എല്ലാവരും ആ നീട്ടിക്കൊണ്ടു പോവാ. പിന്നെ സൂറത്ത് തീരാറായപ്പോഴാണ് മീം. എവിടെ നീട്ടേണ്ടത്? എവിടെയാണ്? ആമീൻ. ആ മീന്റെ എവിടെ കേട്ടോ? ഒന്ന് പറഞ്ഞേ. ആടവിടെ കുറച്ച് ആമീൻ ആമീൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി. ആമീൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ എപ്പോ പഠിക്കാൻ? 90 വയസ്സായി, തീരാറായി, കയ്യിലോട്ട് കാല് കെട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ടില്ല. നമ്മൾ തന്നെ റെഡിയാവും. ഇത് പഠിക്കാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പം മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താണ്. അടുത്ത തലമുറ റെഡിയാവും. അൽഹംദുലില്ലാഹ് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താണ്. കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം വരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വേണം, നല്ല ശബ്ദത്തിൽ. ഇതാ അമ്മനിൽ ഇമാമു ഫഖൂലു ആമീൻ. ഇമാമ് ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ പിന്നെ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു. വജബത്തുലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ ഇത് ഇവിടെ മുതലാണ്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങുന്നത് മുതൽക്കാണ് ദുആ. അത് പറയാനാണ് ഞാൻ
അവിടെ മുതലാ ദുആ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്അത്താണ് 5 വഖത്ത് നമസ്കാരം. സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ളുഹർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്അത്താണ്. 17 വട്ടം ചോദിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി? ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്ക്. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാർ നിസ്സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല. ഹിദായത്ത് സിദ്ധിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത്, ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. അതിനായത്തോതിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്യുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഹക്കടപാടുകൾ സൂക്ഷിക്കാതെ പോകുന്നവരെ, നിലനിർത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ, ഈമാനില്ലാത്ത വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ്. അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകൽ നിങ്ങളുടെ അമാനത്താണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ ലാ ഈമാന, ഈമാനില്ലാത്തവനാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രായാധിക്യം ചെന്നതാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ ശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ? അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ? അവരെ ശകാരിക്കുന്നവരില്ലയോ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കുന്നതാകുന്ന മക്കളില്ലയോ? ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് തട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ മക്കളില്ലയോ? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനില്ലാത്ത വിഭാഗമാണ് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളെ, ഈ ഈമാനില്ലാത്തവളാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിലേക്കുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇമാമിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണേ. തെറസുള്ളതാകുന്ന രംഗമാണ് എങ്കിൽ ആ മുദരിസിന്റെ കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവർക്ക് പാർപ്പിട സൗകര്യങ്ങളുണ്ടോ? പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുവുണ്ടോ? വെളിച്ചമുണ്ടോ? അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ? എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ? പെയിന്റിന് എന്തെങ്കിലും ശമനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ? ഇല്ലെങ്കിൽ അത് പിരിക്കാൻ നീ മുന്നിട്ടിറങ്ങണേ. കിട്ടുന്ന പൈസ എണ്ണിവെക്കൽ മാത്രമല്ല നിന്റെ ഉത്തരവാദിത്വം. നീ അള്ളാന്റെ ദീനിന് വേണ്ടി ഇറങ്ങണേ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ ലാ ഈമാൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു.
കരാറ് ചെയ്യുന്നവരെ വാളിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ 6666 പള്ളിക്ക് വേണ്ടി കൊടുക്കാം, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, ഇന്നടത്ത് ഷീറ്റിടുന്നതിന് കൊടുക്കാം, ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം, പള്ളിയുടെ മിനാരം പണിയുന്നതിന് വേണ്ടി കൊടുക്കാം, മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം, തൈല് മാറുന്നതിന് വേണ്ടി കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ വലാദീന ലിമല്ല അഹ്ദല, കരാറ് പൂർത്തീകരിക്കാത്തവന് ദീനില്ല, ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6666 എന്റെ പേര് ഇന്നത് കേട്ട ഹാജിയാർ ദുആ എല്ലാം ചെയ്ത് ഹാജിയാരെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു. മുസ്ലിയാർ വാദം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ചെല്ലാണ് ഹാജിയാർ. ഇന്നലത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അടുത്ത ആഴ്ച അവൻ ദീനില്ലാത്തവനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഗൗരവത്തിൽ മനസ്സിലാക്കണ്ട. കൊടുക്ക അവൻ നാളെ മുതൽ കൈവക്കണ്ട, റാഹത്തായി. അത് വേറെ ശിക്ഷയാണ്. അതിനടുത്ത കൈവെക്കുന്നോണ്ടല്ലേ കട്ടിക്കടിച്ച് അനങ്ങാതിരുന്നാ പോരെ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതാണ്. കുറച്ചൊക്കെ ആയത്തോതിയപ്പോ കൈവക്കി പോയതാണ്. അപ്പൊ അത് വലിയ വിഷയമെങ്കിൽ നാളെ മുതൽ കൈവെക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പിന്നെ ഇടങ്ങേറുണ്ട്. ആകെ ഇടങ്ങേറ്. കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, ഞാൻ നിനക്കത് ചെയ്തു തരാം, ഞാൻ നിനക്കൊരു 10,000 തരാം, ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം, നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു 10 പവൻ നിനക്ക് നൽകാം, നിനക്കൊരു 5 സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഗ്ദാനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ കരാറ് പൂർത്തീകരിക്കാത്തവൻ ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭയങ്കര ഗൗരവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലോകാവസാന അടയാളാണ്. നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ദീനുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം ആണ് പടച്ചറപ്പിന്റെ ഹിസാബ് പറയേണ്ട വിഷയം. അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഖാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഫിത്നായി പോയി എന്ത് കാര്യത്തിൽ ദീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബൈനമാ അന്നബിയു യുഹദ്ദിസു അസ്ഹാബഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഫജാഅ അറാബിയുൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ലോകാവസാനം എപ്പോഴാണ് റസൂലേ? എപ്പോഴാണ് ലോകാവസാനം റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിനോട് വീണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടിട്ടില്ല എന്നവരെ ഒരു വേള സ്വഹാബത്ത് പറയുകയാണ്. ഫഖാലു, സ്വഹാബത്ത് പറയുകയാണ്, അന്നഹു സമിഅ വകരിഹ മാ ഖാല. ഈ സ്വഹാബി വര്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചത്, ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടുണ്ട്, പക്ഷേ നബിക്കത് വെറുപ്പായി പോയി. ഒരു കൂട്ടം സ്വഹാബത്ത് പറയുകയാണ്, ബല്ലം യസ്മ, നബി തങ്ങൾ അത് കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ അതിന് മറുപടി നൽകിയേനെ. അങ്ങനെ ഇരിക്കുമ്പോ ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കുള്ള ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന സായിലൂ, എവിടെ എന്നോട് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ്? ഉറാഹു അസ്സായിലു, ആ ചോദ്യകർത്താവ് എവിടെയാണ്? ഉടനെ ആ സ്വഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാനിതാ ഇവിടെ തന്നെയുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ്, ഇതാ
ളുയ്യാതിൽ അമാനതു ഫന്തളിരിസ് ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ, പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഹക്കടപാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഹക്കടപാടില്ല, കൂട്ടുകുടുംബാദികളോടുള്ള ഹക്കടപാടില്ല, മാതാപിതാക്കളോടുള്ള ഹക്കടപാടില്ല. ഈ നിലയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മുഴുവനും മോശമായ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ആ സഹാബി ചോദിക്കുകയാണ്, കൈഫ യദഅതുഹാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എങ്ങനെയാണ് ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോകുക, ഹക്കടപാടുകൾ എങ്ങനെയാണ് പാഴായി പോകുക? അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ഇദാ മുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ, നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ. നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മിറ്റിയാകട്ടെ, ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ, ദീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നും അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ നിയമനം നൽകുക, എങ്കിലും ശരിയാകും. പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക. എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻവാതിലൂടെ നിയമം നടപ്പിലാക്കാതിരിക്കുക. നിയമ നടപടികൾ കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കുക. അതെല്ലാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം. ഹദീസ്, ഖുർആൻ ലോകത്തെ എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഹാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഹദീസ് അത്രയും സമയമില്ല, ഓതി ഓതി തീരുന്നു. ഇഷ്ടം പോലെ ഹദീസ് ഈ വിഷയത്തിൽ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, പള്ളി കമ്മിറ്റി മാത്രമല്ല, പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാകും, നാട്ടിലല്ല ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും, മറ്റേതുണ്ടാവും, മറിച്ച് ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകളുണ്ടാവും. അതിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നതാകുന്ന സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പഠിച്ചു വെച്ചോ, മദ്രസ കമ്മിറ്റി ആകട്ടെ, പള്ളി കമ്മിറ്റി ആകട്ടെ, ദറസിന്റെ കമ്മിറ്റി ആകട്ടെ, ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ, ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും, പൊതുപ്രവർത്തനങ്ങൾ കിടന്ന രാഷ്ട്രീയക്കാരായിരുന്നാലും, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഹാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സഹാബ സഹാബ കേൾക്കണേ, പഠിക്കണേ സഹാബ. മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് മേഖലകൾ, പൊതുമേഖലകളിൽ നിലകൊള്ളുന്ന ആളുകൾ, അവരാ മേഖലകൾ നിലകൊണ്ടുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ, ചെയർമാൻ ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, സമ്പത്തെല്ലാം റോൾ ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആ പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടതാകുന്ന അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ നടത്തുന്നതാകുന്ന ഈ നിയമനങ്ങളുണ്ടല്ലോ, അത് വഞ്ചനയാണ്, വഞ്ചനയാണ്. നിങ്ങൾ തീർച്ചയായും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന,
സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുകയാ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. കാരണം പാവപ്പെട്ടവരുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി നീ സംവിധാനിച്ചത്, നിന്റെ കുടുംബങ്ങളെ റാഹത്തായി നിലയിൽ ഊട്ടിയത്, വളർത്തിയത്, നീ നല്ല കാറെടുത്തത്, നീ മനോഹരമായ വീട് സൗധങ്ങൾ പണിതത് എല്ലാം അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ യജമാനന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് വീർപ്പിച്ച കീശയാണോ? തൊഴിലാളികളെ പഠിച്ചു വെക്കണേ മുതലാളിയെ വഞ്ചിച്ചുകൊണ്ട് കിട്ടിയ സമ്പത്താണോ? അറബിയത്തിഖാനയിലാക്കിയിട്ട് ആ പൈസ കൊണ്ട് കിട്ടിയ ധനമാണോ? നീ പഠിക്കേണ്ട പാഠമാണ്, പാഠമാണ്. ഒരു പൈസ പോലും ഹറാമായിട്ടാണ് നീ സമ്പാദിച്ചത് എങ്കിൽ തീർച്ചയായും റസൂൽ എന്ന് പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം കിട്ടൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈസ ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് നീ പള്ളി കമ്മിറ്റിയെ സഹായിച്ചു, ഇല്ലെങ്കിൽ ഹറാമായ പൈസ കൊണ്ട് നീ മദ്രസയെ സഹായിച്ചു, കുറച്ച് പൈസ എടുത്തോ, അവിടെ വാദ പരിപാടി നടത്തിക്കോ, നീ കുറച്ച് പൈസ എടുത്തിട്ട് നീ ഹറാമായ പൈസ, കുറച്ച് പലിശ ഇരുന്നു, ഇല്ലെങ്കിൽ ജനങ്ങളെ അടിച്ചു മാറ്റിയ പൈസ സൂക്ഷിച്ചോ. വഞ്ചിച്ചതാണ് എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമൊന്നുമല്ല, സ്വർഗം കിട്ടിയില്ലേ പോയില്ലേ. അതിനുവേണ്ടിയല്ലേ ഈ പരിശ്രമിക്കുന്നത്, ഈ കഷ്ടപ്പെടുന്നതും, ഈ പാതിരാത്രി വാഴുന്നതും, ഈ നമസ്കാരങ്ങളും, ഈ നോമ്പും, ഈ സക്കാത്തും, ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പനും നിരാലംബർക്ക് അവലംബമാകലും ഒക്കെ എന്തിനാണ്? സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ആ പരിശ്രമം ഇല്ലാതാവും. ഒരു പൈസ നീ അങ്ങനെ കട്ടെടുത്ത മുതലാളിയെങ്കിൽ എല്ലാം പോകും.